മഹാരാഷ്ട്രയിലെ 29 മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ ബി.ജെ.പി വലിയ വിജയം നേടിയിരിക്കുന്നു. കോൺഗ്രസ് ഏതാണ്ട് നാമാവശേഷമായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷനായ ഏതാണ്ട് 70,000 കോടി രൂപയുടെ വരുമാനമുള്ള ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷനായ മുംബൈയിൽ അവിടെയും ബി.ജെ.പി അതേപോലെ തന്നെ ഷിൻഡെ ശിവസേന സഖ്യമാണ് വിജയിച്ചിരിക്കുന്നത്. ആകെയുള്ള 227 സീറ്റിൽ 130 സീറ്റും ബി.ജെ.പി സഖ്യത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഇവിടെ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. കോൺഗ്രസിന് ആകെ കിട്ടിയിരിക്കുന്നത് 14 സീറ്റാണ്. അതേപോലെ തന്നെ മഹാരാഷ്ട്ര എന്നും മുമ്പ് കാലങ്ങളിലൊക്കെ ഒരു കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. ശിവസേനയൊക്കെ ബി.ജെ.പിയുടെ കൂടിയാണ് മത്സരിച്ചിരുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിലാണ് ശിവസേനയുടെ ഒരു വിഭാഗത്തെ, ഉദ്ധവ് താക്കറെ വിഭാഗത്തെ അവർ കൂടെ നിർത്തിയത്. അതേപോലെ തന്നെ ശരത് പവാറിന്റെ NCPയും കോൺഗ്രസിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത്തവണത്തെ മുംബൈ ഇലക്ഷനിൽ കോൺഗ്രസിനെ ശിവസേന കൂട്ടിയിരുന്നില്ല. അതിനു പകരം മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന അവരുമായിട്ടാണ് ശിവസേന സഖ്യമുണ്ടാക്കിയിരുന്നത്. നേരത്തെ തന്നെ ശിവസേനയുടെ ഭാഗമായിരുന്നു താക്കറെയുടെ മരുമകനാണ്. അങ്ങനെ താക്കറയുടെ മകനും മരുമകനും ഒരുമിച്ച് ചേർന്നുകൊണ്ടായിരുന്നു ഇത്തവണ മത്സരിച്ചത്. അതോടൊപ്പം തന്നെ ബി.ജെ.പി ആകട്ടെ മറുഭാഗത്ത് ബി.ജെ.പിയും അതുപോലെ ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയായിരുന്നു ഒരു ഭാഗത്ത്. NCP ബി.ജെ.പിയുടെ കൂടെ ഉണ്ടായിരുന്നില്ലാണ് ഇത്തവണത്തെ പ്രത്യേകത. പൂനെയിലും അതേപോലെ തന്നെ ശരത് പവാറിന് നല്ല സ്വാധീനമുണ്ടായിരുന്ന പിംപറി ചിഞ്ചുവാഡ 2 കോർപ്പറേഷനുകളിൽ 2 NCPയും ഒരുമിച്ച് ചേർന്നാണ് മത്സരിച്ചത്. പക്ഷേ അവർക്ക് ശരിക്കും ദയനീയമായ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ബി.ജെ.പിയുടെ ഒരു വികസന അജണ്ടയ്ക്കുള്ള പിന്തുണയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് യുവാക്കളും മഹിളകളും ഒക്കെ തന്നെ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. വളരെ ദീർഘകാലത്തെ ശിവസേന ഭരണം നടത്തിയിരുന്നതാണ് കോർപ്പറേഷൻ. കഴിഞ്ഞ 2017 അന്ന് അവിഭക്ത ശിവസേനയായിരുന്നു. ആ അവിഭക്ത ശിവസേനയുടെ കീഴിൽ ഒരു 2ാം കക്ഷി മാത്രമായിരുന്നു ബി.ജെ.പി. ഇന്ന് ബി.ജെ.പി പൂർണ്ണമായിട്ടും നേതൃരംഗത്തേക്ക് വന്നിരിക്കുകയാണ്. 100 സീറ്റാണ് ബി.ജെ.പി സംഘടനാപരമായി ലക്ഷ്യം വെച്ചതെങ്കിലും അതിനടുത്ത് ബി.ജെ.പിക്ക് കിട്ടി. ശിവസേനയ്ക്കും ഷിൻഡെ ശിവസേനയ്ക്കും കാര്യമായ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 130 സീറ്റുകളാണ് 2 പാർട്ടികൾക്കുമായിട്ട് ലഭിച്ചിരിക്കുന്നത്. ബി.ജെ.പിക്ക് ഏതാണ്ട് 90 സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. അവസാന ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇങ്ങനെ നോക്കുന്ന സമയത്ത് പല ഘടകങ്ങളും ഇത്തവണ മുംബൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മുംബൈയിൽ മറാഠികൾക്ക് ഭൂരിപക്ഷമുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകൾ, മഹാരാഷ്ട്രക്കാരായിട്ടുള്ള മറാഠികളായിട്ടുള്ള ആളുകൾ ഉള്ള ഒരു 150ഓളം വാർഡുകളാണ്. 227 വാർഡിൽ 147 വാർഡുകൾ അവരുടെ കീഴിലുള്ളതാണ്, അവർക്ക് നിയന്ത്രണമുള്ളതാണ്. പ്രാദേശിക വികാരം ഉയർത്തി വിടുന്ന ഒരു പാർട്ടിയാണ് മഹാരാഷ്ട്ര നവനിർമ്മാണ സേന രാജ് താക്കറയുടെ. രാജ് താക്കറയുടെ നവനിർമ്മാണ സേനയുമായിട്ട് ആർക്ക് യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല? കോൺഗ്രസിന് യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവർ അങ്ങേയറ്റം വടക്കേ ഇന്ത്യക്കാർക്കെതിരായിട്ട്, ഉത്തരേന്ത്യക്കാർക്കെതിരായിട്ട്, അല്ലെങ്കിൽ മഹാരാഷ്ട്രക്കാരല്ലാത്ത ആളുകൾക്കെതിരായിട്ട് ഒരു പ്രചരണമാണ് അവർ നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ മറാഠയുടെ കൂടെ മുസ്ലിങ്ങളെയും ഒരുമിച്ച് ചേർത്തു. ചരിത്രപരമായിട്ട് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ശിവാജിയൊക്കെ വിദേശ മുസ്ലിം ഭരണാധികാരികളോട് ഫൈറ്റ് ചെയ്ത പാരമ്പര്യമാണുള്ളത്. ആ ശിവജിയുടെയൊക്കെ പാരമ്പര്യം അവകാശപ്പെടുന്ന ശിവസേന ഒരു ഭാഗത്ത് അവർ വടക്കേ ഇന്ത്യക്കാരെ എതിർക്കുന്നു, അതേസമയത്ത് അവർ മുസ്ലിങ്ങളായിട്ട് സഖ്യം ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു സഖ്യമാണ് അവിടെ നിലവിലുണ്ടായിരുന്നത്. പക്ഷെ ആ സഖ്യമൊക്കെ അവിടുത്തെ മഹാരാഷ്ട്രയിലെ ജനം തൂത്തെറിഞ്ഞിരിക്കുന്നു. കാരണം അവരൊരു ജാതിയുടെയോ മതത്തിന്റെയോ പ്രാദേശികതയുടെയോ അങ്ങനെയുള്ള വിഭജനങ്ങൾക്ക് വഴിപ്പെടാതെ അവർ വ്യക്തമായിട്ടും വികസനത്തിന് വേണ്ടി മോഡി സർക്കാർ കേന്ദ്രത്തിനുണ്ട്, സംസ്ഥാനത്ത് രവീന്ദ്ര ഫട്നാവിസിന്റെ സർക്കാരുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അല്ലെങ്കിൽ മുംബൈയിൽ കോർപ്പറേഷൻ ഭരണത്തിൽ അവിടുത്തെ നഗരസഭാ ഭരണം, അങ്ങനെ ഒരു ട്രിപ്പിൾ എൻജിൻ സർക്കാരാണ് ബി.ജെ.പി വിഭാവനം ചെയ്തത്. അതിനെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 29 കോർപ്പറേഷനുകൾ ഏതാണ്ട് 2 ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ബി.ജെ.പി അവരുടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. അങ്ങനെ മഹാരാഷ്ട്രയിൽ മൊത്തം കോൺഗ്രസിന്റെ ഒരു സ്ഥിതിയാണെങ്കിൽ വളരെ പുറകോട്ട് അവർ പോയിരിക്കുന്നു. ബി.ജെ.പിക്കും അതേപോലെ തന്നെ ഷിൻഡെ ശിവസേനയ്ക്കും പിറകിലാണ് കോൺഗ്രസ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അവരുടെ ഏതാണ്ട് സീറ്റ് 2869 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ബി.ജെ.പിക്ക് ഇപ്പോൾ പൂർണ്ണമായും ഫലം പുറത്തു വന്നിട്ടില്ല. ആ സമയത്ത് തന്നെ ബി.ജെ.പിക്ക് 987 സീറ്റുകളുണ്ട്.
രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ശിവസേനയ്ക്ക് ഷിൻഡെ ശിവസേനയ്ക്ക് 271 സീറ്റും കോൺഗ്രസിന് 174 സീറ്റുമാണുള്ളത്. ചെറിയ ചില വ്യത്യാസങ്ങൾ, എല്ലാ ഫലങ്ങളും പുറത്തു വരുന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങൾ വരാം. എന്നാൽ പോലും മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ്, കാരണം ദീർഘകാലം മഹാരാഷ്ട്ര അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അവിശ്വാസമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശിവസേന ഉദ്ധവ് താക്കറെ സഖ്യത്തിന് നല്ല സീറ്റുകൾ ലഭിച്ചിരുന്നതാണ്. ഏതാണ്ട് 30 സീറ്റ് അവർക്ക് ലഭിച്ചിരുന്നു. പക്ഷെ തുടർന്ന് നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും ജനം അവരെ തള്ളിക്കളയുന്നതാണ് കണ്ടത്. ഇപ്പോ ദേശീയ തലത്തിലുള്ള ഇന്ത്യ സഖ്യം, ആ ഇന്ത്യ സഖ്യം തന്നെ ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. കാരണം ശിവസേനയായിട്ടാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് സഖ്യം ഉണ്ടായിരുന്നു. പക്ഷെ പല സ്ഥലങ്ങളിലും ശിവസേന കോൺഗ്രസിനെ സഖ്യകക്ഷിയാക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മഹാരാഷ്ട്രയിലെ സർക്കാരിനുള്ള അംഗീകാരമാണ്. അതേപോലെ തന്നെ BJPയിൽ ദേവേന്ദ്ര ഫട്നാവിസ് എന്നൊരു നേതാവിന്റെ ഒരു വളരെയധികം മുന്നോട്ടുള്ള ഒരു പ്രയാണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം BJP നയിച്ചു. ഇപ്പോൾ 29 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ BJP നയിച്ചിരിക്കുന്നു. തൊട്ടു മുമ്പ് നടന്നിരുന്ന നഗരപാലിക തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ BJPക്കായിരുന്നു നേട്ടമുണ്ടായിരുന്നത്. അങ്ങനെ ദേവേന്ദ്ര ഫട്നാവിസ് എന്ന് പറയുന്ന ഒരു നേതാവിന്റെ വളർച്ച കൂടിയാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുന്ന വലിയ തിരിച്ചടിയിലൊന്നാണ്. കാരണം ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാന നിയമസഭയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് കോൺഗ്രസിന് ഉണ്ടായത്. അതുപോലെ തന്നെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങേറ്റത്തെ പരാജയം. കാരണം രാഹുൽ ഗാന്ധി മുന്നിട്ട് നിന്നായിരുന്നു തുടക്കത്തിൽ അതിന്റെ പ്രചരണം നയിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഇതായിട്ടൊക്കെയുള്ള വലിയ ക്യാമ്പയിന് അദ്ദേഹം നേതൃത്വം കൊടുത്തു. 1300 കിലോമീറ്റർ യാത്ര നടത്തുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരുന്നത് തേജസ്വി യാദവിനോടൊപ്പം. പക്ഷേ എന്നിട്ടും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 6 സീറ്റ് മാത്രമാണ് കിട്ടിയത്. ആ 6 MLA മാരും ഇപ്പോൾ JDUവിൽ ചേരാൻ പോവുകയാണെന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ബീഹാറിൽ ഏതാണ്ട് കോൺഗ്രസ് ശൂന്യമായിട്ട് കഴിഞ്ഞു. ഇപ്പം ഹരിയാനയിൽ അവർ പരാജയപ്പെട്ടു, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അതുപോലെ തന്നെ ഇപ്പോ മഹാരാഷ്ട്രയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പരാജയത്തിന്റെ രുചി അറിയുകയാണ്. ഇതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരായിട്ടുള്ള ഒരു അതൃപ്തി കോൺഗ്രസിനകത്ത് വരും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, രാഹുൽ ഗാന്ധിക്ക് തങ്ങളെ മുന്നോട്ട് നയിക്കാൻ പറ്റില്ല, വിജയത്തിലേക്ക് നയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള പ്രിയങ്ക ഗാന്ധിയെ നേതാവാക്കണമെന്ന ആവശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനിടയിലാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പരാജയം കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക്, അതായത് 1ാം സ്ഥാനത്ത് BJP, 2ാം സ്ഥാനത്ത് ഷിൻഡെ ശിവസേന, 3ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് തള്ളപ്പെട്ടിരിക്കുകയാണ്. പല സ്ഥലത്തും അവർക്ക് കാര്യമായിട്ടുള്ള സ്വാധീനം നേടാൻ കഴിഞ്ഞിട്ട്. അതേസമയത്ത് ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഭീവണ്ടി, ചന്ദ്രപൂർ, അമരാവതി തുടങ്ങിയ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് എന്തെങ്കിലുമൊക്കെ ചില സ്വാധീനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.